വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് കൊച്ചി കപ്പൽ പാതയിലൂടെ സഞ്ചരിക്കവേ അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പലിൽ നിന്ന് 21 പേരെ രക്ഷപ്പെടുത്തി. അപകട വസ്തുക്കൾ അടങ്ങിയ കണ്ടെയ്നറുകൾ ഉള്ളതിനാൽ ക്യാപ്റ്റൻ ഉൾപ്പെടെ 3 പേർ കപ്പലിൽ തുടരുകയാണ്. ആർക്കും ആരോഗ്യ പ്രശ്നങ്ങളില്ല. നാവികസേനയും തീരസംരക്ഷണ സേനയും കപ്പലിന്റെ നിയന്ത്രണത്തിൽ മേൽനോട്ടം വഹിക്കുന്നുണ്ട്. വൈകിട്ടോടെയാണ് ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ട കണ്ടെയ്നറുകൾ കടലിൽ വീണ വാർത്ത പുറം ലോകത്തേക്ക് എത്തുന്നത്. MSC എൽസ 3 എന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. തീരസംരക്ഷണ സേനയുടെ കൊച്ചി മേഖല ആസ്ഥാനത്ത് നിന്നും രേഷ്മ ബാബുവിന്റെ റിപ്പോർട്ടിലേക്ക്. ഇന്ന് ഉച്ചയ്ക്ക് 1:25 കൂടിയാണ് കൊച്ചി തീരത്ത് നിന്ന് 38 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് MNS എൽസ 3 എന്ന ലൈബീരിയൻ കപ്പൽ അപകടത്തിൽപ്പെട്ടത്. മറൈൻ ഓയിലും അതോടൊപ്പം തന്നെ VLSF, അതായത് വെരി ലോ സൾഫർ കണ്ടന്റ് അടങ്ങിയ ഓയിലുമാണ് ഉണ്ടായിരുന്നത്. വളരെ അപകട ഭീഷണിയുള്ള കണ്ടന്റുകളാണ് അല്ലെങ്കിൽ കണ്ടെയ്നറുകളാണ് ഉണ്ടായിരുന്നത്. 8 കണ്ടെയ്നറുകളാണ് നിലവിൽ കടലിൽ വീണിട്ടുള്ളത്. 400 കണ്ടെയ്നറുകൾ പ്രസ്തുത കപ്പലിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിലവിൽ 24 ജീവനക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. റഷ്യൻ സ്വദേശിയായിട്ടുള്ള ക്യാപ്റ്റൻ അടക്കം 24 പേർ. ആദ്യഘട്ടത്തിൽ 9 പേരെ രക്ഷപ്പെടുത്താൻ സാധിച്ചിരുന്നു. അവർ ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ചാണ് രക്ഷപ്പെട്ടത്. പിന്നീട് ബാക്കിയുള്ളവരെയും രക്ഷപ്പെടുത്താനായിട്ട് കോസ്റ്റ് ഗാർഡിനും അതോടൊപ്പം തന്നെ നാവികസേനയ്ക്കും സാധിച്ചിട്ടുണ്ട്. 24 പേരും സുരക്ഷിതരാണ്. 3 പേർ, അതായത് ക്യാപ്റ്റൻ അടക്കം 3 പേരാണ് കപ്പൽ നിയന്ത്രിക്കുന്നത്. കപ്പലിൽ ഇനിയും കണ്ടെയ്നറുകൾ ഉണ്ട്. അതുകൊണ്ട് കപ്പൽ നിയന്ത്രിച്ചേ മതിയാകൂ. കാരണം കപ്പൽ വീണ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ സൾഫേറ്റ് കണ്ടന്റുകൾ അടങ്ങിയ അല്ലെങ്കിൽ വെരി ലോ സൾഫർ കണ്ടന്റുകൾ അടങ്ങിയ കണ്ടെയ്നറുകൾ മുഴുവൻ കടലിൽ വീഴും. അത് അപകടമാണ്. അതുകൊണ്ട് തന്നെ 3 പേരാണ് സുരക്ഷിതമായിട്ട് തന്നെ അവർക്ക് യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളുമില്ല. അവർ സുരക്ഷിതമായിട്ട് കപ്പൽ നിയന്ത്രിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡിന്റെയും നാവികസേനയുടെയും മേൽനോട്ടമുണ്ട്. നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും സംയുക്തമായിട്ടുള്ള ദൗത്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് 24 പേരെയും സുരക്ഷിതരായിട്ട് നിർത്താനായിട്ട് സാധിച്ചിട്ടുള്ളത്. എന്തായാലും INS സുജാത, അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡിന്റെ സക്ഷം, അർണവേഷ് തുടങ്ങിയ കപ്പലുകളാണ് ഈ ഒരു ഓപ്പറേഷന് നേതൃത്വം നൽകിയത്. അതോടൊപ്പം തന്നെ ഡോർണയർ എന്ന പേരായിട്ടുള്ള ഹെലികോപ്റ്ററും ഈ ദൗത്യത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു. എന്തായാലും നിലവിൽ 24 പേരും സുരക്ഷിതരാണ്. എന്താണ് അപകട കാരണം എന്നത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ഒരുപക്ഷെ നാളെ രാവിലെ ഉണ്ടായേക്കും. 24 പേരും സുരക്ഷിതരാണ്. കപ്പലിന്റെ നിയന്ത്രണം നിലവിലുള്ളത് ക്യാപ്റ്റൻ അടങ്ങിയിട്ടുള്ള 3 പേരുടെ കൈകളിലാണ്. മേൽനോട്ടത്തിന് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും നാവികസേനയും ഉണ്ട്. രാവിലെ ഈ കപ്പലിന്റെ ചരക്ക് നീക്കം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അതിന്റെ ദൗത്യം തുടരുമെന്നാണ് ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം.